ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീധര മേനോൻ സാറിൻ്റെ കേരള ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു കഥ പോലെ നമുക്ക് ഇത് പഠിച്ചു തീർക്കാം. വീഡിയോയിൽ പരീക്ഷണാർത്ഥം വിഷ്വൽസും ആഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട വർഷങ്ങളും സംഭവങ്ങളും സ്ക്രീനിൽ എഴുതി കാണിക്കും. പി എസ് സി എക്സാമുകൾക്ക് ശ്രീധര മേനോൻ സാറിൻ്റെ കേരള ഹിസ്റ്ററി ടെക്സ്റ്റ് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതിനാൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്രീധര മേനോൻ സാറിൻ്റെ കേരള ഹിസ്റ്ററിയിലെ അധ്യായം 15 പോർച്ചുഗീസ് കാലഘട്ടം. അപ്പം നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. 1498 മെയ് മാസത്തിൽ പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് തീരത്ത് കപ്പലിറങ്ങി. ഈ ഒരു വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഗാമയുടെ ഈ വരവ് വെറുമൊരു യാത്രയായിരുന്നില്ല, മറിച്ച് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ഒരു പുതിയ കടൽമാർഗം കണ്ടെത്തിയ ചരിത്രപരമായ നിമിഷങ്ങളായിരുന്നു. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവായ ഡോം മാനുവൽ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. പോർച്ചുഗീസ് രാജാവായ ഡോം മാനുവലാണ് ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. എന്തിനാണ് ഇന്ത്യയിലേക്ക് അയച്ചത്? ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ പൗരസ്ത്യ ദേശങ്ങളുമായിട്ടുള്ള വാണിജ്യം വികസിപ്പിക്കുക എന്നീ 2 ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഡോം മാനുവൽ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാണിജ്യ വികസനമായിരുന്നു പോർച്ചുഗീസുകാരുടെ അടിയന്തര ലക്ഷ്യം. പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വാണിജ്യ വികസനമായിരുന്നു. എങ്കിലും കാലക്രമേണ എന്താ ഉണ്ടായത്? കാലക്രമേണ തദ്ദേശീയരായ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ആഗ്രഹവും ആർക്കുണ്ടായി? പോർച്ചുഗീസുകാർക്കുണ്ടായി. സത്യത്തിൽ ഗാമയുടെ വരവ് ഒരു അധിനിവേശത്തിൻ്റെ തുടക്കമായിരുന്നു. അന്ന് സാമൂതിരിയും കൊച്ചി രാജാവും കോലത്തിരിയും മറ്റു ചെറുകിട നാടുവാഴികളും തമ്മിലുണ്ടായ രൂക്ഷമായ മത്സരം ഒരു ചെറിയ കാലയളവിലേക്കെങ്കിലും പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ അധികാരം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിന് സാഹചര്യം ഒരുക്കി. സാമൂതിരിയുടെ അധികാരത്തിന് കീഴിലായിരുന്ന കൊച്ചി രാജാവിന് തൻ്റെ പരമ്പരാഗത ശത്രുവിനെതിരെ സുശക്തമായ ഒരു രാഷ്ട്രീയ പ്രതിരോധം പടുത്തുയർത്താൻ പോർച്ചുഗീസുകാരുടെ ആഗമനം സുവർണാവസരമായി. വാസ്കോ ഡ ഗാമയുടെ ഈ യാത്ര യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള നേരിട്ടുള്ള വ്യാപാര ബന്ധം ശക്തമാക്കി. പുതിയ സംസ്കാരങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലുകൾക്കും വഴിയൊരുക്കി. അറബികൾക്ക് ഈ പ്രദേശത്തെ വ്യാപാരത്തിലുണ്ടായിരുന്ന മേധാവിത്വം പതുക്കെ നഷ്ടപ്പെടാനും പോർച്ചുഗീസുകാർ അത് കൈക്കലാക്കാനും തുടങ്ങി. ഗാമയുടെ വരവ് ഇന്ത്യയുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളെ ആഴത്തിൽ സ്വാധീനിച്ചു. കോഴിക്കോട് സാമൂതിരിയിൽ നിന്ന് പോർച്ചുഗീസുകാർക്ക് നല്ല ഒരു സ്വീകരണമായിരുന്നില്ല കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവർ കൊച്ചിയുമായി ബന്ധം സ്ഥാപിച്ചു. കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു പ്രതിരോധാക്രമണ സഖ്യം ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ സമരത്തിൽ സാമൂതിരി പോർച്ചുഗീസ് ആക്രമണത്തിനെതിരായി കേരള സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലയിലേക്ക് ഉയർന്നു. സാമൂതിരിയോട് കോലത്തിരിക്കുണ്ടായിരുന്ന വിദ്വേഷം കാരണം കോലത്തിരിയും പോർച്ചുഗീസുകാരെ സഹായിച്ചു. കൊല്ലത്തെയും പുറക്കാട്ടെയും രാജാക്കന്മാർ പോർച്ചുഗീസുകാരുടെ ബന്ധുക്കളായിരുന്നു. കേരളത്തിലെ രാജാക്കന്മാരും നാടുവാഴികളും നൽകിയ പിന്തുണയായിരുന്നു പോർച്ചുഗീസുകാർക്ക് 1.5 നൂറ്റാണ്ടുകാലത്തോളം കേരളത്തിൽ വാണിജ്യപരമായ ആധിപത്യം സ്ഥാപിക്കാൻ സഹായകമായത്. ഇനി നമുക്ക് ഗാമയുടെ ആഗമനം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1498 മെയ്യിൽ ഗാമ കോഴിക്കോട് വന്നപ്പോൾ സാമൂതിരി രാജാവ് അദ്ദേഹത്തെ ആതിഥ്യ മര്യാദയോടെ സ്വീകരിച്ചു. വിൽക്കാൻ തരപ്പെടാത്ത ചരക്കുകൾ സൂക്ഷിക്കാൻ തൻ്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട് നിർത്താൻ അനുവദിക്കണമെന്ന വാസ്കോ ഡ ഗാമയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിച്ചു. കൂടാതെ നാട്ടിൽ നിലവിലുള്ള നിയമമനുസരിച്ച് പോർച്ചുഗീസുകാർ ചുങ്കം കൊടുക്കണമെന്നും സാമൂതിരി നിർബന്ധിച്ചു. തുടർന്ന് വാസ്കോ ഡ ഗാമ ഓഗസ്റ്റിൽ കോഴിക്കോട് വിടുകയും കോലത്തിരി രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. കണ്ണൂരിൽ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്കു കയറ്റുന്നതിനെ പറ്റി അദ്ദേഹം വാസ്കോ ഡ ഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ ഗാമ തിരിച്ചെത്തി. ഗാമ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ചരക്കുകളുടെ വില എന്ന് പറയുന്നത് ഗാമയുടെ ആദ്യ പര്യടനത്തിന് ചെലവായതിൻ്റെ 60 മടങ്ങ് അധികമായിരുന്നു. ഇനി പഠിക്കാനുള്ളത് കബ്രാളാണ്. പെട്രോ അൽവാരിസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ 33 കപ്പലുകളും 1500 ആളുകളും ഉള്ള ഒരു സംഘത്തെ പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ചു.
ആ യാത്രയ്ക്കൊടുവിൽ ഇന്ത്യയിലെത്തിയത് 6 കപ്പലുകൾ മാത്രമായിരുന്നു. 33 കപ്പലുമായിട്ടാണ് യാത്ര തിരിച്ചത് പോർച്ചുഗലിൽ നിന്ന്. പക്ഷെ 6 കപ്പൽ മാത്രമാണ് ഇന്ത്യയിലെത്തിയത്. കബ്രാളിന്റെ പ്രതിനിധിയായ ഐറസ് കുറിയ സാമൂതിരിയുമായി ഒരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ കോഴിക്കോട് ഉണ്ടായിരുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിലുള്ള തീവ്ര മത്സരം ഒരു പോരാട്ടത്തിലേക്ക് എത്തിക്കുകയും കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബി കപ്പലുകളെ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജീവനക്കാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട കോപാകുലരായ ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും കുറേയേറെ പോർച്ചുഗീസ് വ്യാപാരികളെ വധിക്കുകയും ചെയ്തു. തുടർന്ന് കബ്രാൾ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് കപ്പൽ കയറി. 1500 ഡിസംബറിൽ കൊച്ചിയിലെത്തിയ കബ്രാളിനെ കൊച്ചി രാജാവ് സ്വീകരിച്ചു. കച്ചവടം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് കൊച്ചി രാജാവ് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. കൊല്ലത്തും കണ്ണൂരും ചരക്ക് കയറ്റാനുള്ള സൗകര്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടുത്തെ രാജാക്കന്മാർ കബ്രാളിനെ ക്ഷണിച്ചു. മടക്കയാത്രയിൽ കബ്രാൾ കണ്ണൂർ ഇറങ്ങി കപ്പലുകളിൽ കുറെ കൂടി ചരക്കുകൾ കയറ്റാൻ കോലത്തിരി രാജാവും സഹായിച്ചു. കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ കബ്രാളിന്റെ സംഘത്തെ സാമൂതിരിയുടെ നാവികപ്പട തടഞ്ഞു. പക്ഷേ ഗുരുതരമായ നഷ്ടമൊന്നും സംഭവിക്കാതെ കബ്രാൾ രക്ഷപ്പെട്ടു. കബ്രാളിന്റെ കേരള പര്യടനവും പോർച്ചുഗീസുകാർക്ക് ഒരു വിജയമായിരുന്നു. ഈ പര്യടന ഫലമായി അവർക്ക് കൊച്ചി രാജാവിന്റെ ബന്ധുത്വവും കേരളക്കരയിലെ തങ്ങളുടെ വാണിജ്യപരവുമായും രാഷ്ട്രീയപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സൗകര്യവും ലഭിച്ചു. കബ്രാൾ തിരിച്ചെത്തുന്നതിന് മുമ്പേ ജാവോ ഡാനോവയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചിരുന്നു. നോവോയ്ക്ക് സാമൂതിരിയുടെ ശത്രുത നേരത്തെ തന്നെ അറിയാവുന്നതിനാൽ അദ്ദേഹം കോഴിക്കോട്ട് ഇറങ്ങാതെ കൊച്ചിയും കണ്ണൂരും മാത്രമേ ചരക്കു കയറ്റാൻ തിരഞ്ഞെടുത്തിരുന്നുള്ളൂ. ഇനി അടുത്തത് ഗാമയുടെ രണ്ടാം വരവ്. 1498 ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. ഇത് ഗാമയുടെ രണ്ടാം വരവാണ്. 1502 ഫെബ്രുവരിയിൽ ഡോം മാനുവൽ 15 കപ്പലുകളും 800 ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ ഗാമയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു. ഗാമയുടെ കപ്പലുകൾ ഇപ്രാവശ്യം അഞ്ചി ദ്വീപിലാണ് അടുത്തത്. തുടർന്ന് ഇന്ത്യൻ സമുദ്രത്തിൽ അവരുടെ കണ്ണിൽപ്പെട്ട എല്ലാ അറബി കപ്പലുകളെയും പിടിച്ചെടുത്തു. ഗാമ കണ്ണൂരിൽ കോലത്തിരി രാജാവിനെ സന്ദർശിച്ചപ്പോൾ കൊച്ചിയിലെ വിലയ്ക്ക് തന്നെ കുരുമുളകും മറ്റു ചരക്കുകളും കണ്ണൂർ തുറമുഖത്ത് പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. തുടർന്ന് ഗാമ കോഴിക്കോട് സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട് നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സാമൂതിരി അത് നിരസിച്ചു. ഇതേ തുടർന്ന് പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിക്കുകയും തുറമുഖത്ത് കിടന്ന അരിക്കപ്പലുകൾ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരോട് മൃഗീയമായി പെരുമാറുകയും ചെയ്തു. അതിനുശേഷം ഗാമ കൊച്ചിയിലേക്ക് പോന്നു. വിലപ്പെട്ട പാരിതോഷികങ്ങൾ നൽകി കൊച്ചി രാജാവിനെ സന്തോഷിപ്പിക്കുകയും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. കൊച്ചിയിൽ ഉണ്ടാകുന്ന കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളണമെന്നായിരുന്നു ഉടമ്പടി. കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈനിക സങ്കേതങ്ങളും സ്ഥാപിക്കാനുള്ള നിരുപാധികമായ അവകാശവും ഈ ഉടമ്പടിയിലൂടെ അവർക്ക് കിട്ടി. ഗാമ കൊച്ചിയിൽ താമസിക്കുന്ന കാലത്ത് കൊല്ലത്ത് നിന്ന് ക്ഷണമുണ്ടായി. തുടർന്ന് 2 പോർച്ചുഗീസ് കപ്പലുകൾ കൊല്ലത്തേക്ക് എത്തിക്കുകയും കുരുമുളകും നിറച്ച് കൊച്ചിയിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. മടക്കയാത്രയിൽ ഗാമയ്ക്ക് സാമൂതിരിയുടെ നാവിക സൈന്യത്തെ നേരിടേണ്ടി വന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോഴിക്കോട് കൊച്ചി യുദ്ധം. കേരളത്തിലെ പോർച്ചുഗീസ് വികസന ശക്തിക്കെതിരെയുള്ള സമരത്തിന്റെ നേതാവായിരുന്നു സാമൂതിരി. കൊച്ചി രാജാവും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സൗഹൃദം സാമൂതിരിയെ വ്യാകുലനാക്കി. ഒരു വിദേശ ശക്തിയുമായുള്ള സുഹൃത്ത് ബന്ധത്തിനാണോ അതോ കോഴിക്കോടുമായുള്ള മൈത്രിക്കാണോ കൊച്ചി രാജാവ് മുൻഗണന നൽകുന്നതെന്ന് അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശമയച്ചു. കൊച്ചിയിൽ നിന്ന് എല്ലാ പോർച്ചുഗീസുകാരെയും പറഞ്ഞയക്കണമെന്നും സാമൂതിരി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൊച്ചി രാജാവ് സാമൂതിരിയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലെത്തി. ലോറൻസോ മൊറീനോയുടെ കീഴിൽ പോർച്ചുഗീസ് സഹായിച്ച കൊച്ചി സൈന്യങ്ങൾ ഇടപ്പള്ളിക്കോട്ട പ്രതിരോധിച്ചു. കരവഴിയും കടൽ വഴിയുമുള്ള ദ്വിമുഖാക്രമണം നടത്തിയ സാമൂതിരി സൈന്യത്തെ ചെറുത്തു നിൽക്കാൻ
കൊച്ചി സൈന്യത്തിനായില്ല. തുടർന്ന് കൊച്ചി രാജാവ് എളങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിലെ സങ്കേതത്തിൽ അഭയം തേടി. പിന്നീട് ആക്രമണം പുനരാരംഭിക്കണമെന്ന തീരുമാനത്തോടെ തൻ്റെ ഒരു സൈന്യ വിഭാഗത്തെ കൊച്ചിയിൽ നിർത്തി സാമൂതിരി കോഴിക്കോട്ടേക്ക് മടങ്ങി. 1503 സെപ്റ്റംബറിൽ ഫ്രാൻസിസ്കോ അൽബുക്കർക്കിൻ്റെ കീഴിൽ പോർച്ചുഗീസ് നാവിക വിഭാഗം കൊച്ചിയിലെത്തി. അവർ ഡോട്ടി പച്ചിക്കോവിൻ്റെ കപ്പലുമായി വൈപ്പിൻ കരയിൽ വെച്ചു സന്ധിച്ചു. കൊച്ചി സൈന്യം ഇവരെ സ്വാഗതം ചെയ്തു. ഇത് കണ്ട കോഴിക്കോട് സൈന്യം അമ്പരന്ന് പിൻവാങ്ങി. പോർച്ചുഗീസുകാർ വിജയപൂർവ്വം കൊച്ചി രാജാവിനെ കൊച്ചിയിൽ കൊണ്ടുവന്നു സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് അവരുടെ വ്യാപാരശാലയുടെ സംരക്ഷണത്തിന് കൊച്ചിയിൽ ഒരു കോട്ട കെട്ടാൻ അനുവാദം നൽകി. 1503 സെപ്റ്റംബർ 27 തറക്കല്ലിട്ട കോട്ടയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ഒന്നാമത്തെ കോട്ട. ഈ കോട്ടയ്ക്ക് പോർച്ചുഗീസ് രാജാവിൻ്റെ ബഹുമതിക്ക് വേണ്ടി മാനുവൽ കോട്ട എന്നു പേരിട്ടു. പോർച്ചുഗീസുകാരുടെ നിർദ്ദേശപ്രകാരം കൊച്ചി രാജാവ് 5 കൈമൾമാരുമായി ഒരു കരാറുണ്ടാക്കി. കരാർ പ്രകാരം കൈമൾമാർ സാമൂതിരിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കൊച്ചിയുടെ അധീശത്വം അംഗീകരിച്ചു. 1504 പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുത്ത് അതിനു ചുറ്റും കോട്ടമതിൽ കെട്ടി. കൊടുങ്ങല്ലൂർ രാജാവ് കോഴിക്കോടുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് പോർച്ചുഗീസുകാരുടെ സംരക്ഷണം സ്വീകരിച്ചു. അതോടെ പോർച്ചുഗീസുകാർ കേരളത്തിലെ ഒന്നാമത്തെ യുദ്ധപരമ്പരയിൽ വിജയം നേടുകയും അവരുടെ വാണിജ്യ താൽപ്പര്യങ്ങൾ ഇപ്പോൾ കൊച്ചിയും കൊടുങ്ങല്ലൂരും ദൃഢമായി ഉറപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അൽമേഡയെക്കുറിച്ചാണ്. കിഴക്കൻ ദേശങ്ങളെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായി 1505 ഫ്രാൻസിസ്കോ അൽമേഡ നിയമിതനായി. അഞ്ചി ദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി. കണ്ണൂർ കോട്ടയ്ക്ക് സെൻറ്റ് ആഞ്ചലോ കോട്ട എന്ന് പേരിട്ടു. കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളുടെ പ്രബലീകരണം സാമൂതിരിയെ അസ്വസ്ഥനാക്കി. അദ്ദേഹം തുർക്കികളുടെയും അറബികളുടെയും നേതൃത്വത്തിൽ 200 കപ്പലുകൾ അടങ്ങുന്ന ഒരു നാവിക സൈന്യത്തെ പോർച്ചുഗീസുകാർക്കെതിരായി യുദ്ധത്തിനയച്ചു. അൽമേഡയുടെ മകൻ ലോറൻസോ 1506 മാർച്ച് 10 കണ്ണൂരിനടുത്ത് വെച്ച് സാമൂതിരിയുടെ ഈ നാവിക സൈന്യവുമായി ഏറ്റുമുട്ടുകയും അവർക്ക് വമ്പിച്ച നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. കേരളത്തിലെ പോർച്ചുഗീസ് നയത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് സാമൂതിരി കോലത്തിരിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. കണ്ണൂരിലെ മുസ്ലിം വ്യാപാരികളോട് മര്യാദയോടെ പെരുമാറണമെന്ന നിർദ്ദേശം പോർച്ചുഗീസുകാർ പലപ്പോഴും ലംഘിക്കാറുണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ തന്നെ അവരോട് അതൃപ്തി ഉണ്ടായിരുന്ന കോലത്തിരി സാമൂതിരിയുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുകയും പോർച്ചുഗീസുകാർക്കെതിരായി ഒരു സംയുക്ത സമരത്തിന് സന്നദ്ധനാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങൾ സെൻറ്റ് ആഞ്ചലോ കോട്ട വളഞ്ഞു. ഈ ഉപരോധം 4 മാസം നീണ്ടുനിന്നു. പോർച്ചുഗീസ് പട്ടാളത്തിന് വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി. 11 കപ്പലുകളും 300 നാവികരുമുള്ള ഒരു പോർച്ചുഗീസ് സൈന്യം ഡാ കുൻഹയുടെ നേതൃത്വത്തിൽ യൂറോപ്പിൽ നിന്ന് വന്നതോടെ കോട്ടയുടെ ഉപരോധം തകർക്കപ്പെട്ടു. കോലത്തിരി സമാധാനത്തിന് അപേക്ഷിക്കുകയും പോർച്ചുഗീസുകാർക്ക് അനുകൂലമായ വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ചെയ്തു. കോഴിക്കോട്ടെ മുസ്ലിം കച്ചവടക്കാരുടെ അഭ്യർത്ഥനയനുസരിച്ച് 1508 മിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ഒരു നാവികപ്പട അറബിക്കടലിലെത്തി. ചൗളിനടുത്തു വെച്ച് നടന്ന യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു. അവരുടെ സമുദ്ര മേധാവിത്വം തൽക്കാലം നഷ്ടമായി. ഏതായാലും 1509 പോർച്ചുഗീസുകാർ പകരം വീട്ടി. അവർ ഈജിപ്തുകാരുടെയും സാമൂതിരിയുടെയും സംയുക്ത നാവിക സൈന്യത്തെ ആക്രമിച്ചതിൻ്റെ ഫലമായി ഈജിപ്തുകാർ രംഗത്തുനിന്ന് പിന്മാറി. അങ്ങനെ ഇന്ത്യൻ കടലിൻ്റെ ആധിപത്യം വീണ്ടും പോർച്ചുഗീസുകാർക്കായി. 1509 അൽമേഡ ഇന്ത്യ വിട്ടു. തൽസ്ഥാനത്ത് അൽഫോൺസോ ഡി അൽബുക്കർക്ക് അവരോധിതനായി. സമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിച്ച് പോർച്ചുഗീസുകാരുടെ വാണിജ്യം ഭദ്രമാക്കുക മാത്രമായിരുന്നില്ല അൽബുക്കർക്കിൻ്റെ ലക്ഷ്യം. നാടുകൾ വെട്ടിപ്പിടിച്ചും നയതന്ത്രം കൊണ്ട് കീഴടക്കിയും ഇന്ത്യയിൽ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പുറപ്പാട്. കോഴിക്കോട്ട് നഗരം ആക്രമിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഒന്ന്. പോർച്ചുഗലിൽ നിന്ന് മാർഷൽ കുട്ടിൻഹോവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആയിടെ വന്നു ചേർന്ന നാവിക സൈന്യത്തെയായിരുന്നു അതിന് അദ്ദേഹം നിയോഗിച്ചത്. അവർ സാമൂതിരിയുടെ കോഴിക്കോട് കൊട്ടാരം ആക്രമിച്ചു ചുട്ടെരിച്ചു കളഞ്ഞു.
കോഴിക്കോട്ട് സൈന്യങ്ങൾ പെട്ടെന്ന് അണിനിരന്ന് പോർച്ചുഗീസുകാരെ അവരുടെ കപ്പലുകളിലേക്ക് ഓടിച്ചു. ഈ യുദ്ധത്തിൽ അൽബുക്കർക്കിന് മുറിവേൽക്കുകയും മാർഷൽ കുട്ടിൻഹോ വധിക്കപ്പെടുകയും ചെയ്തു. ബലം പ്രയോഗിച്ച് സാമൂതിരിയെ കീഴ്പ്പെടുത്താമെന്ന ആഗ്രഹം പരാജയപ്പെട്ടപ്പോൾ കോഴിക്കോടുമായുള്ള ശത്രുത അവസാനിപ്പിച്ച് കേരളത്തിലെ പോർച്ചുഗീസ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാമെന്ന സുപ്രധാന തീരുമാനം അൽബുക്കർക്ക് കൈക്കൊണ്ടു. 1513 ഡിസംബറിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒരു സന്ധിയുണ്ടാക്കി. ഈ സന്ധിയിലെ വ്യവസ്ഥയനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കോട്ട കെട്ടാനും അവർ ആഗ്രഹിക്കുന്നത് പോലെ വാണിജ്യം നടത്താനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് മാറ്റക്കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുരുമുളക് വാങ്ങാനും അനുവാദം നൽകപ്പെട്ടു. കുരുമുളകിൻ്റെ വില കൊച്ചിയിലെ നിരക്കിലായിരിക്കണമെന്നും തീരുമാനിച്ചു. കോഴിക്കോട്ടെ പോർച്ചുഗീസ് കോട്ട നശിപ്പിച്ചതുകൊണ്ട് അവർക്കുണ്ടായ നഷ്ടം നികത്താനും പോർച്ചുഗൽ രാജാവിന് ഒരു പാരിതോഷികം എന്ന നിലയ്ക്കും കോഴിക്കോട്ടെ ചുങ്കത്തിൻ്റെ ഒരു വിഹിതം പോർച്ചുഗീസുകാർക്ക് നൽകാമെന്നും സാമൂതിരി സമ്മതിച്ചു. ഇതിനു പകരമായി കൊച്ചിക്കും കണ്ണൂരിനും എതിരായ യുദ്ധത്തിൽ സാമൂതിരിയെ സഹായിച്ചു കൊള്ളാമെന്ന് പോർച്ചുഗീസുകാർ ഉറപ്പുകൊടുത്തു. പോർച്ചുഗീസ് നയതന്ത്രജ്ഞതയുടെ ഒരു വിജയമായിരുന്നു 1513 സന്ധി. ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും അൽബുക്കർക്കിൻ്റെ പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു. അൽബുക്കർക്ക് പല ഭരണപരിഷ്കാരങ്ങളും നടപ്പിലാക്കി. അദ്ദേഹം ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ അവർക്ക് പരിശീലനം നൽകി. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പുതിയ നാണയങ്ങൾ നടപ്പിലാക്കുകയും സതി നിരോധിക്കുകയും ചെയ്തു. നീതി പരിപാലനം കർശനമാക്കി. അഴിമതിക്കാരായ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്ന സ്വകാര്യ വാണിജ്യം അദ്ദേഹം ഉന്മൂലനം ചെയ്തു. ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചു. വിശ്വാസപൂർവം പോർച്ചുഗീസ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സന്നദ്ധതയുള്ള ഒരു പുതിയ ജനവർഗത്തെ സൃഷ്ടിക്കാമെന്ന് കരുതിയാണ് സങ്കരവാസ സങ്കേതങ്ങൾ സ്ഥാപിക്കുന്ന നയം അൽബുക്കർക്ക് സ്വീകരിച്ചത്. എന്നാൽ അത് പരാജയമായിരുന്നു. 1515 ലോപ്പോസോറസ് നിയമിക്കപ്പെട്ടു. അൽബുക്കർക്ക് ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് 1515 ഡിസംബറിൽ ഗോവയിൽ വെച്ച് അന്തരിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ പകുതി ഭാഗം മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം. ശ്രീധരമേനോൻ സാറിൻ്റെ കേരള ചരിത്രം കയ്യിലുള്ളവർ ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം വീഡിയോ ഒന്ന് കാണുക. എന്നാൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അഥവാ കയ്യിൽ ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ PDF ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ PDF ഷെയർ ചെയ്യാം. അതുപോലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. Thank you for watching.